ആ ഇറങ്ങിയോ? ഇറങ്ങി. ഞാനിവിടെ സിറ്റി സെന്ററിലുണ്ട്. ഇങ്ങോട്ട് വരുമോ? എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ശരി. ഞാനെത്തി. എവിടെ? ഞാനിവിടെ തേർഡ് ഫ്ലോറിലുണ്ട്, ഇൻ സ്റ്റോറിൽ. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 2 minutes. ബുദ്ധിമുട്ടാവും. എന്ത് മനുഷ്യനാണ്ടി? ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. ചില കസ്റ്റമേഴ്സ് നമ്മളെ ഭ്രാന്ത് വിടും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്റെ ഫുൾ മൂഡാണ്. വീട്ടിലെത്തട്ടെ, നമുക്ക് മൂട് ശരിയാക്കാം. ഇത് ഇവിടെ വരെ എത്തിച്ചപ്പോൾ എനിക്ക് അറിയൂ, ഡ്രൈവിംഗ് എനിക്ക് പറ്റിയ പണിയല്ല. നീ ഓടിച്ചാൽ മതി. വണ്ടി ഓടിച്ചാലേ നീ പഠിക്കൂ. ഇങ്ങനെ ഒഴിഞ്ഞു മാറി ഒരിക്കലും പഠിക്കില്ല. ധൈര്യമായിട്ട് ഓടിച്ചോ, ഞാനല്ലേ കൂടെ. നീ ഉള്ളതാണ്ട് പേടി. നിന്റെ നോട്ടം കണ്ടാൽ എന്റെ ഉള്ള കോൺഫിഡൻസും കൂടെ പോവും. എന്റെ കൂടെ ഇരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ചൂടാവരുത്. ശരി, പേടിക്കണ്ട. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യ്, ഞാൻ ചൂടാവില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യ്. ക്ലച്ച് മെല്ലെ എടുത്താൽ മതി. നോക്കിയെടുക്കും. ആളെ കണ്ടില്ലേ? ഇല്ല. ക്ലച്ചോട്ട് ഗിയർ മാറ്. വണ്ടി പോ. ഇതല്ലേ ക്ലച്ച്? ബ്രേക്കാണ്. വണ്ടി വണ്ടി എടുക്കും. കാറ് നിന്നെയല്ല ഓടിക്കണത്, നീയാണ് കാർ ഓടിക്കണത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഏത് ഗിയറില? ഏത് ഗിയറില? അറിയില്ല. അറിയില്ല. ഒച്ചയായിട്ടാറുണ്ട് സെക്കൻഡ് ഗിയറിലാണ്. ഗിയർ മാറ്റിക്ക്. വണ്ടി കണ്ട് ഇടിക്കണ കണ്ടിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടിട്ട് ഗിയർ മാറ്റി. അതിനെന്താ ചൂടാവുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഓടിക്കുന്നില്ല എന്ന്. ചൂടായില്ലല്ലോ. വണ്ടി പുറയില് തോന്നിയാസം കാണിക്കണം. എവിടെ അഞ്ജലി? കണ്ടോടും. ഇതേ അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ച് ഫുൾ അമർത്തുക, ഫസ്റ്റ് ഗിയർ ഇടുക, വണ്ടി എടുക്കുക. ഇത് വലിയ പണിയില്ല സർ. ഇത് സർവീസ് ടാക്സ് അടക്കം ഏകദേശം 12,000 rupees ആവുന്നുള്ളൂ. സാറിന്റെ പേപ്പറൊക്കെ ഓക്കെ അല്ലേ? ഈ ഇൻഷുറൻസ് ഒക്കെ ഞാൻ ക്ലെയിം ചെയ്ത് തന്നോളാം. യു വെൽക്കം സർ. യെസ് സർ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. നോക്കിക്കാതെ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോയേട്ടാ. കയ്യിൽ ഉടവ് കൊടുത്താൽ മതി. മുതലാളിക്ക് ഭ്രാന്താണ്. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. അസിസ്റ്റന്റ് മാനേജർ ആള് കൊള്ളാലോ.
ഉടനെ പ്രൊമോഷനൊക്കെ കിട്ടോ? ഈ പോക്ക് പോയി മിക്കവാറും അവരെന്നെ കൊണ്ടേ പോവും. കൊല്ലു നിന്നെ. നിന്നെ ഞാൻ. നിനക്ക് ആ റിംഗ് ടോൺ ഒന്ന് മാറ്റിക്കൂടെ അഞ്ജലി? തുടങ്ങി. എന്തെങ്കിലും കിട്ടാണ്ടിരിക്കായിരുന്നു. ഫോൺ എടുക്കാൻ അഞ്ജലി. ആരത്? അതൊരു ഞരമ്പ് രോഗിയാ. ഇവിടെ ഒന്നും വേറൊരു പണിയില്ല. ഞാൻ സംസാരിക്കാം. എന്താ? എന്റെ അമ്മു, അത് അതിലും വലിയ പണിയാവും. ആവശ്യം വരുമ്പോ പറഞ്ഞോളാം. കുറച്ചൊരു ഒച്ചത്തിൽ ചോക്കാൻ പറ്റൂ? പിന്നില്ല. So sorry. 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 Hey. അമ്മ, സിദ്ധാർത്ഥ് പോയോ മോളെ? റെഡിയാവുന്നേ ഉള്ളൂ. എന്താ അമ്മേ വിശേഷം? ഒരു വിശേഷമുണ്ട്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അജുന് നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. ആഹാ. അടുത്ത ബന്ധുക്കളും വീട്ടുകാരും കൂടി അവിടെ വരെ ഒന്ന് പോണം. ദിവസം നിശ്ചയിച്ചിട്ടില്ല. മോള് സിദ്ധാർത്ഥ കൂടി വരില്ലേ? പിന്നെ വരാണ്ട്. അമ്മ ഞാൻ പിന്നെ വിളിക്കാം. ആ അമ്മേ, പപ്പയോട് സിദ്ധുവിനെ ഒന്ന് വിളിക്കാൻ പറയൂ. ആ ശരി മോളെ, ഞാൻ പറയാം. ശരി അമ്മ. ഇപ്പൊ ശരിയാക്കി തരാം. അമ്മയാ വിളിച്ചത്. അജുവിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനായി നമ്മൾ രണ്ടാളോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നിന്റെ അപ്പന്റെ കലിപ്പത്തിലോട്ട് മാറിയിട്ടല്ലേ? നമുക്ക് എന്തായാലും പോണം. പപ്പയുടെ ദേഷ്യം അതോടെ തീരും. നീ ഇതുവരെ മസിനെ കൂടി വന്നിട്ടില്ലല്ലോ. നമുക്ക് ആ വഴി ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാം. ആലോചിക്കാം. ഞാൻ പെർഫ്യൂം അടിച്ചല്ലേ? കുറച്ച് ചുമ്മാ ടെസ്റ്റ് അടിച്ചതല്ലേ? വേണമെന്നല്ലേ വേണ്ട.